ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ഗോകുലം ഗലേറിയ മാളിലാണ്. ഇവിടെ നമ്മുടെ ARM മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിട്ടോ. ഞാൻ മാത്രമല്ല, ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടരുതാ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓണക്കാലത്ത് ഒരു ഓണസദ്യ എന്ന വണ്ണം 4 കൂട്ടം വിഭവങ്ങളുമായി മലയാളികളുടെ കണ്ണുകൾക്ക് എക്കാലവും നിറഞ്ഞൊരു ഇനി ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. കോഴിക്കോടുകാരുടെ സ്വന്തം മരിക്കുഴിക്കാരുടെ എല്ലാമായ നമ്മുടെ Yes, now let me invite മറ്റൊരു കോഴിക്കോടിന്റെ മുത്ത്, അതെ, ജിബിൻ പുത്തഞ്ചേരി onto the stage. ഭക്ഷണ കാര്യങ്ങളിൽ പേര് കേട്ട സ്നേഹത്തിന്റെ തനിമയും മഹിമയും രുചിച്ചറിഞ്ഞ കോഴിക്കോടിന് കലാരംഗത്ത് കൂടി 2 കീഴിവെപ്പുകളാണ് ജിബിൻ പുത്തഞ്ചേരി അതുപോലെ സുരഭി ലക്ഷ്മി. അടുത്തതായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തെലുങ്ക് തമിഴ് സിനിമകളിൽ കാലെടുത്ത് വെച്ച ബുള്ളറ്റ് എന്ന ഒറ്റ സോങ്ങിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ Yes, now it is the time to invite the golden, the gorgeous, the most exciting and the most amazing star of today. That is എല്ലാവരുടെയും ഹൃദയങ്ങൾ കൈയടക്കിയ the one and only Tirupati Thomas. Yes, മലയാളിക്ക് എന്നും അഹങ്കാരക്കാവുന്ന മലയാളിയുടെ സ്വഭാവ അഹങ്കാരമായ one and only Tirupati Thomas on the stage. Thank you so much. ഇനി ഇത് 100ലേക്കും ഒക്കെ കിടക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു കോഴിക്കോട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും സിനിമ കാണണം. ഓണത്തിന് എല്ലാ സിനിമയും സപ്പോർട്ട് ചെയ്യണം. നല്ല വേറെ സ്ഥാനം നേടിയ ഒരാളാണ്. സോ ആ വില്ലൻ ജീവിതത്തിലും വില്ലനാണോ എന്ന് ഒന്ന് കാലിക്കറ്റുകാർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാം അല്ലെ? സ്നേഹം പറഞ്ഞ എന്റെ നാട്ടുകാരെ, സത്യത്തിൽ നിങ്ങളൊക്കെ ഞാൻ പലപ്പോഴായിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കാണുന്നതാണ്. ഞാൻ എപ്പോഴും സാധനങ്ങളും വാങ്ങാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നിങ്ങൾ ഇത്ര ആരവം വെട്ടുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു. ഞാൻ വളരെയധികം എന്താ പറയാ സ്നേഹത്തോട് കൂടിയിട്ട് ബഹുമാനത്തോട് കൂടിയിട്ട് കാണുന്ന ഒരു പറ്റം കലാകാരന്മാരാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. താങ്ക് യു ജിതിൻ. ഇതേപോലെ ഒരു കുട്ടി ടൗസർ ഇട്ട് എന്നുമിന്റെ മൊയ്തിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയപ്പോ ഞാൻ ചോദിച്ചു, മോനെ നീ സിനിമ എടുക്കുമ്പോ എനിക്കൊരു റോള് തരുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ വേഗം പോയി നിന്നിട്ട് കാത്തിരുന്നു
മാത്രല്ലടാ. അല്ലല്ല, അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ സുന്ദരിയുടെ കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തൊരു ക്യൂട്ടാണ്, എന്ത് ഭംഗിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ള ഇഷ്ടം പോലെ മൊഞ്ചന്മാരുടെ നാടാണ് മോളെ. നോക്കണേ, എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ മുന്നാം കൂടി ഇട്ട് അപ്പുറത്ത് പോയിട്ട് പൊങ്ങ, അത്രയും മൊഞ്ചന്മാരുള്ള നാടാണ്. ചേച്ചി എന്റെ ഡൗട്ട് ചോദിച്ചോട്ടെ, എന്താ ഇവിടുന്ന് തന്നെ കല്യാണം കഴിപ്പിച്ച് വിടുവോ? ഇല്ല 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 ഇല്ല, അങ്ങനെയല്ല. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണമല്ലോ, നമ്മുടെ ആൾക്കാരല്ലേ. അപ്പൊ എന്തായാലും ഹാപ്പിയാണോ? All thanks to Jitin. Thank you Jitin for making me part of this dream. So happy to come here and see you all, and our team has put in so much hard work. It's so happy to hear all the good responses and the hard work being paid off. സോ അദ്ദേഹത്തെ വിളിക്കുന്നതിന് മുൻപ് മലയാളികളുടെ എല്ലാം കീഴടക്കിയ അത്രയ്ക്ക് ഗോർജിയസ് ആയിട്ടുള്ള വണ്ടർഫുൾ ആക്ടർ ആയിട്ടുള്ള മലയാളികളുടെ മഹാസ്വകാര്യ അഹങ്കാരം ടൊവിനോ തോമസിനെ ഒരുപാട് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞവർക്കാണോ ഞാനെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ നിങ്ങളുടെ ടൊവിനോ തോമസ്. ഒരുപാട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇവിടെ കോഴിക്കോട് പല സിനിമകളായിട്ട്. ഞങ്ങള് കേട്ടില്ല. അപ്പൊ ഇവിടുത്തെ ആളുകളെയും ഇവിടുത്തെ ഭക്ഷണവും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ഓക്കെ, ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഏതാണ്? ഏറ്റവും ഇഷ്ടം? ഈ കല്ലുമുക്കായെ കുറിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി. കഴിച്ചായിരുന്നോ ഇവിടെ വന്നിട്ട്? കഴിച്ചായിരുന്നോ? ഇപ്പൊ കഴിച്ചിട്ടില്ല, പക്ഷെ സ്ഥിരം കഴിക്കാറുണ്ട്. ഓക്കെ. അപ്പോ ഞങ്ങളിവിടെ ഞങ്ങളുടെ സിനിമയുടെ പ്രമോഷന് വന്നിരിക്കുന്നതല്ല. കാര്യം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ആ സിനിമ ഏറ്റെടുത്തു എന്നുള്ളത് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലാണ് ആ സിനിമ. മൗത്ത് പബ്ലിസിറ്റി മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ. താങ്ക് യു. സോ ടൊവിനോ ചേട്ടാ, നമ്മുടെ അജയന്റെ രണ്ടാം മോഷണം എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ ഒന്നാമത്തെ മോഷണം എവിടെയായിരുന്നു, എന്തായിരുന്നു? സിനിമ കണ്ടില്ല അല്ലേ? സിനിമ സിനിമ കണ്ടാൽ മനസ്സിലാവും എന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ നിങ്ങൾ? അത് സിനിമയിൽ എഴുതി കാണിക്കും. ഒന്നാം മോഷണവും രണ്ടാം മോഷണം. കുഴപ്പമില്ല, സമയമുണ്ടല്ലോ. നാളേക്ക് വെക്കണ്ട. ടിക്കറ്റ് ഇല്ല എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പക്ഷെ ഞങ്ങളോട് സ്നേഹമുള്ളവരോട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നാളെ ആണെന്നുള്ളത് കാണും എന്ന് എനിക്കറിയാം. നിങ്ങളുടെ നിങ്ങളുടെ ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും കൂടെ കൂട്ടുക, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂട്ടുക. ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ ഒരുമിച്ച് നിന്ന് ചെയ്ത ഒരു സിനിമയാണ്.